പ്രോഗ്രാമിലേക്ക് ഒരു ബന്ധുവിൻ്റെയോ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സുഹൃത്തിൻ്റെയോ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വളരെ വിലപ്പെട്ട സമയം തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ 9 മണിക്ക് സമയത്ത് ഈ മീറ്റിംഗ് ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു നല്ല കാര്യത്തിനു മുമ്പും ഈ മീറ്റിംഗ് ഹാളിൽ നമുക്ക് ഒത്തുചേരാനായിട്ട് അവസരം തന്ന നമ്മുടെ ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഇടുക്കി ജില്ലയിലെ അടിമാലിയാണ് എൻ്റെ സ്വദേശം. ഇന്ന് ഈ മീറ്റിംഗ് ഹാളിൽ ഒത്തുചേർന്നിരിക്കുന്ന ആളുകളെ പോലെ ഈ ബിസിനസ് ആശയവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ മാർച്ച് 18-ാം തീയതി ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും ഇന്ന് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തോടൊപ്പം വർക്ക് ചെയ്ത് എൻ്റെ തന്നെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരാശയം ഈ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുകയും ഇതൊന്ന് ജീവിതത്തിൽ പകർത്താൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് ഈ സിസ്റ്റത്തിൽ ഗോൾഡ് പദവിയിൽ എത്തിച്ചേരുവാനും അതോടൊപ്പം എൻ്റെ ടീമിൽ വന്ന ഒട്ടനവധി ആളുകളെ സിൽവറും ഗോൾഡും ആ ലെവലിലേക്ക് കൈപിടിച്ചുയർത്തുവാനായിട്ട് ഈ ബിസിനസ് ആശയം എന്നെ സഹായിച്ചു. ഇന്ന് നമുക്ക് വേണ്ടി ഈ ബിസിനസ് ആശയം ടെതറോഷ്യൻ ലോകത്ത് തന്നെ വിപ്ലവകരമായിട്ട് മാറാൻ പോകുന്ന ഈ ആശയം നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഈ ബിസിനസ് ആശയത്തിലൂടെ വളരെ കുറഞ്ഞ ടൈമിൽ വിവിധ രാജ്യങ്ങളിൽ തന്നെ ടീം ക്രിയേറ്റ് ചെയ്യുകയും ഒട്ടനവധി ടീം ലീഡേഴ്സിനും ഒട്ടനവധി ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വഴിവെക്കാൻ പറ്റുന്ന ആശയം ഷെയർ ചെയ്തുകൊണ്ട് ഒട്ടനവധി ടീമുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഈ സിസ്റ്റത്തിൽ ടോപ്പ് പദവി ഡയമണ്ട് പൊസിഷൻ അച്ചീവ് ചെയ്തുകൊണ്ട് ഒട്ടനവധി ലീഡേഴ്സിനെ ഡയമണ്ട് പൊസിഷനിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ അബ്ദുൾ മജീദ് സാറാണ് ഈ ആശയം നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആ മഹത് വ്യക്തിയെ ഞാൻ ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം മിസ്റ്റർ അബ്ദുൾ മജീദ് ഫ്രം പെരുമ്പാവൂർ. പ്ലീസ് വെൽക്കം സർ. താങ്ക് യു ഷജാ സാർ ഫോർ യുവർ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടെതറോഷ്യന്റെ പ്രസന്റേഷൻ പ്രോഗ്രാമിലേക്ക് എത്തിയ എല്ലാവരെയും ഞാൻ ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ തിരക്കുകൾക്കിടയിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, നമ്മൾ യാത്രയിലായിരിക്കാം. എന്നിരുന്നാലും ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് ചേർന്നിരിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ടെതറോഷ്യൻ. www.tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഈ ആശയത്തിന്റെ ആധികാരികത നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ടെതറോഷ്യൻ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള പല സംഗതിയുമായിട്ടൊന്നൊരു കമ്പാരിസൺ നടത്തുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥമായ പവർ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പരിചയമുള്ള മേഖല എന്ന് പറയുമ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരു ടെക്നോളജി മേഖല ബാങ്കിങ് മേഖലയാണ്. കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ ധാരാളം നാഷണലൈസ്ഡ് ആയിട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള ബാങ്കുകളുണ്ട്, കോർപ്പറേറ്റ് സൊസൈറ്റികളുണ്ട്, മൾട്ടി കോർപ്പറേറ്റ് സൊസൈറ്റികളുണ്ട്. ഈ സൊസൈറ്റികളെല്ലാം തന്നെ വരുമാന മാർഗത്തിന് വേണ്ടിയുള്ള നിരവധി അവസരങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. അതിൽ ജോലി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുള്ള എമൗണ്ട് മുതൽ മുടക്കിക്കൊണ്ട് ലാഭം നേടുന്ന ആളുകളുണ്ട്. ലോണെല്ലാം എടുത്ത് അതുപയോഗിച്ച് ഒരു ബിസിനസ് ചെയ്ത് അതിലൂടെ പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് സാധ്യതകളാണ് ബാങ്കിങ് മേഖലയിൽ മാത്രമുള്ളത്. എന്നാൽ വരുമാനത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ആളുകളെല്ലാം
ബാങ്കിംഗ് മേഖലയുടെ എല്ലാ സാധ്യതയും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. ഭൂരിപക്ഷം ആൾക്കാരും ആശ്രയിക്കുന്നത് FD പോലുള്ള ഒരു പ്രോസസ്സിലായിരിക്കാം, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്. പക്ഷെ ആ പ്രോസസ്സിന് അതിൻ്റെതായ കാൽക്കുലേഷൻസ് ഉണ്ട്, അതിൻ്റെതായ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. തുലോം കമ്പാരിറ്റീവ്ലി നമുക്ക് പരിചയമുള്ള മറ്റൊരു മേഖലയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇൻഷുറൻസ് സെഗ്മെന്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വേറൊരു സാധ്യതയാണ് നമ്മൾ മുമ്പിൽ ഓപ്പൺ ആക്കി തരുന്നത്. അവിടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ വർഷങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റിയിലാണ് നമുക്കൊരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുക. റെക്കറിംഗ് ഡെപ്പോസിറ്റ് പോലുള്ള മേഖലകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കൂ. ഫാസ്റ്റ് ആയിട്ട് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ചില മേഖലകളാണ് സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള മേഖലകൾ, ഫോറക്സ് മാർക്കറ്റ് പോലുള്ള മേഖലകൾ, ക്രിപ്റ്റോ കറൻസി പോലുള്ള മേഖലകൾ, കമ്മോഡിറ്റി മാർക്കറ്റ് പോലുള്ള മേഖലകൾ. അത്തരം മേഖലയിലെല്ലാം നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ വലിയ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ വലിയ റിസ്ക്കും ഉണ്ട്. നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന നേരെ റിവേഴ്സ് പോകുകയും നമുക്ക് വലിയ നഷ്ടമുണ്ടാകുന്ന സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടാറുണ്ട്. ചില സമയങ്ങളിൽ ചില മാർക്കറ്റ് പ്ലേസുകൾ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ അക്കൗണ്ട്, ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ട് 0 ആയി പോകുന്ന അവസ്ഥ വരെയും സംജാതമായിട്ടുണ്ട്. കാരണം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാർക്കറ്റ് പ്ലേസുകളിൽ നടക്കുന്നുണ്ട്. അത് സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലല്ല ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, അത് അത്രമാത്രം റിസ്കി ആണെന്നുള്ള കാര്യം ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കയറി അവിടെ നിന്ന് ട്രേഡ് എടുക്കാനും പ്രോഫിറ്റ് എടുക്കാനും ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ്. ഒരേ ഒരു കാരണമാണുള്ളത്, ഒരു എക്സ്ട്രാ ഇൻകം ഇന്ന് എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരുന്നതും ഇതുപോലുള്ള എക്സ്ട്രാ ഇൻകം സോഴ്സ് ആണ്. ഒരു ലോങ് ടൈം പ്രോസസ്സിലൂടെ മറ്റുള്ള ഏത് മേഖലയിലൂടെയും നമുക്ക് നേടുന്നതിനേക്കാൾ കൂടുതൽ ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നഷ്ടസാധ്യത ഇല്ല എന്നുള്ളതാണ്. നഷ്ടസാധ്യത പൂർണ്ണമായിട്ടും ഇല്ല എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന, അത് വെറുതെ ഒരു അവകാശവാദം മാത്രമല്ല, അത് കൃത്യമാണെന്ന് മനസ്സിലാക്കി തരുന്ന ട്രാൻസ്പെറൻസി ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും. 2024 മാർച്ചിലാണ് ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ലോജിക്ക് ലോകത്ത് ആരും ചിന്തിച്ചിട്ടില്ല. ഒരു മിറാക്കിൾ മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് അതിനുവേണ്ടി അവർ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഒരിക്കലും വില കുറയാത്ത ഒരു ആശയം. വില ഒരിക്കലും കുറയുന്നില്ല, വില ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടിക്കൊണ്ടേയിരിക്കും. അതൊരു പ്രത്യേകമായ ഒരു അറിവാണത്. ഇതുവരെ നമ്മൾ പരിചയിച്ച ഒരു മേഖലയിലും അങ്ങനെ ഒരു മേഖലയില്ല, അങ്ങനെ ഒരു കാര്യമില്ല. 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ടാണ് ഇതിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സോ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിതമായ ഈ സിസ്റ്റത്തെ അൺബ്രേക്കബിൾ സിസ്റ്റം എന്ന് വേണ്ടി നമുക്ക് പറയാം. ഇതിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അത് കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് നിൽക്കുന്നു. ഇത് കമ്മ്യൂണിറ്റി പ്രോഗ്രാമാണ്. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എത്ര കമ്മ്യൂണിറ്റി ഇപ്പൊ ഉണ്ടോ ആ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇവിടുത്തെ ബയറും ഇവിടുത്തെ സെല്ലറും. ആ കമ്മ്യൂണിറ്റി മാത്രം ബൈയും സെല്ലും നടത്തിയാൽ പോലും ഈ സിസ്റ്റത്തിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാകും. എന്നാൽ ഈ കമ്മ്യൂണിറ്റി പുതിയ കമ്മ്യൂണിറ്റിയെ ഇൻവൈറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രോഗ്രാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുവഴി ഇപ്പൊ എത്ര കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ടോ അതിന്റെ 10 മടങ്ങ് ഗ്രോത്ത് വരാൻ പോകുന്ന സാഹചര്യം ഈ സിസ്റ്റത്തിലുണ്ട്. അതിന് പറ്റുന്ന ഒരു വിർച്വൽ അസറ്റ് ഈ സിസ്റ്റത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെതർ ഓഷൻ വിർച്വൽ അസറ്റ്. അതിനിട്ടിരിക്കുന്ന പേരതാണ് ടെതർ ഓഷൻ വിർച്വൽ അസറ്റ്, ടെതർ ഓഷൻ യൂണിറ്റ്സ്. ഈ 2 വിർച്വൽ അസറ്റുകൾ ഇത് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നല്ല. എന്നാൽ ഒരു എക്സ്ചേഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള വിർച്വൽ അസറ്റിനെ നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഉപയോഗമുള്ള ഒരു കറൻസിയാക്കി മാറ്റണം. അത് ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിനെ നമുക്ക് ഇന്ത്യൻ രൂപയായിട്ട് മാറ്റണം. അതിനാണ് ഒരു എക്സ്ചേഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ അത് ഇന്ത്യൻ രൂപയാക്കി മാറ്റാൻ സാധിക്കണം. അതിനാണ് നമ്മൾ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നത്. അത് അമേരിക്കൻ ഡോളറോ യൂറോയോ ആണെങ്കിൽ അതിനെ ഇന്ത്യൻ രൂപയാക്കി മാറ്റാൻ സാധിക്കണം. ഏത് രാജ്യക്കാരാണോ ആ രാജ്യത്തെ ഫിയറ്റ് കറൻസി ആയിട്ട് മാറുമ്പോഴാണ് അവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുക. അതിനാണ് എക്സ്ചേഞ്ചിന്റെ പർപ്പസ് ഉള്ളത്. ഈ പ്ലാറ്റ്ഫോം, ഈ ടെക്നോളജി ഇറ്റ്സെൽഫ് ഒരു എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇനി വേറൊരു എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ഒന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ലോകം എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ
ഇത് ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതൊരു ക്രിപ്റ്റോ കറൻസി ആണോ എന്ന സംശയം നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇതൊരു ക്രിപ്റ്റോ കറൻസി അല്ല. ഇവിടെ ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വൈറ്റ് പേപ്പർ, ഫ്യൂച്ചർ പ്രൊജക്റ്റുകൾ, റോഡ് മാപ്പ്, യൂട്ടിലിറ്റി പ്രോഗ്രാം, ഇങ്ങനെ ഒരു പ്രോഗ്രാമും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ സിസ്റ്റം ചെയ്തു വെച്ചിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഫോർമുല അനുസരിച്ച് ഇവിടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ചും ഇതിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. ഈ ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ടും USDT ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. വാങ്ങാൻ USDT കൊടുത്ത് നമുക്ക് ഡിജിറ്റൽ യൂണിറ്റ് വാങ്ങാം, വിർച്വൽ അസറ്റ് വാങ്ങാം. നമ്മുടെ വിർച്വൽ അസറ്റ് ലാഭത്തിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ തിരിച്ച് USDT ലഭിക്കുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കണം. ടോക്കൺ പോക്കറ്റ് ആണ് ഏറ്റവും നല്ലത്. ഇവിടെ വാങ്ങലും വിൽക്കലുമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റഗ് പുൾ സാധ്യത ഇവിടെ ഒരുപക്ഷെ ആളുകൾക്ക് തോന്നിയേക്കാം. ഇതൊരു പ്ലാറ്റ്ഫോം ആണല്ലോ, ഒരു സോഫ്റ്റ്വെയർ ആണല്ലോ. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടെങ്കിലോ? അത്തരത്തിൽ ഒരു സാധ്യതയും ഇല്ലാത്ത രൂപത്തിൽ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് സിസ്റ്റത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയാൽ 2024 വുഡ എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് ലോകത്ത് ഓപ്പൺ ആകുന്നത്. വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ് എന്നാണ് വുഡയുടെ എക്സ്പാൻഷൻ. $20 മുതൽ $1000 റേഞ്ചിലുള്ള ഏത് എമൗണ്ട് കൊണ്ടും ഒരാൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് മാറാൻ പറ്റും. മാറുന്ന സമയം തന്നെ 35% വാല്യൂ അവർക്ക് ലഭിച്ചിരിക്കുന്ന അസറ്റിനുണ്ടാകും. ആ 35% അവിടുന്ന് ഗ്രോത്ത് വന്ന് നമുക്ക് ഏത് ലെവലിൽ എത്തുന്നോ ആ സമയത്ത് നമുക്ക് എക്സിറ്റ് ആകാം. സെല്ല് ചെയ്ത് നമുക്ക് USDT തിരിച്ചു വാങ്ങാം. അപ്പൊ $1000 കൊണ്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ $350 വാല്യൂ ഉള്ള യൂണിറ്റ്സ് കിട്ടും. ആ $350 വിലയുള്ള യൂണിറ്റ്സ് ഗ്രോത്തിൽ ഏത് ലെവലിൽ എത്തുന്നോ ആ സമയത്ത് സെല്ല് ചെയ്യാം. 2025 കടന്നു വരുമ്പോ, അതായത് ഇപ്പോ ആ ബേസ് പ്ലാറ്റ്ഫോമിൽ ഇനി ഒരു $20 പാക്കേജ് മാത്രമേ മാൻഡേറ്ററി ആയിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും 20 മുതൽ 1000 റേഞ്ചിലുള്ള ഏത് എമൗണ്ട് കൊണ്ട് വീണ്ടും വാങ്ങുകയും ചെയ്യാം. ആ $20 കൊണ്ട് വാങ്ങുമ്പോൾ തന്നെ 35% വിലയുള്ള യൂണിറ്റ്സ്, അതായത് $7 വിലയുള്ള യൂണിറ്റ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ടോ അതിൽ മാത്രം നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ $7 പതിയെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മൾ വാങ്ങിയതിന് ശേഷം സിസ്റ്റത്തിൽ ആര് വാങ്ങിയാലും നമ്മുടെ കയ്യിലുള്ള യൂണിറ്റിന് വില കൂടും, ആര് വിറ്റാലും നമ്മുടെ കയ്യിലുള്ള യൂണിറ്റിന് വില കൂടും. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 9570 വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പുതുതായിട്ട് ഒരാൾ കടന്നു വന്നാൽ, ഞാൻ ഇന്ന് വൈകിട്ട് ഒരു 5 മണിക്ക് നോക്കുമ്പോൾ 9578 വാലറ്റുകളാണ്. അപ്പൊ ഒരു വാലറ്റ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ 579ാമത്തെ വാലറ്റ് ആയിരിക്കും രജിസ്റ്റർ ചെയ്യുക. അദ്ദേഹത്തിന് കിട്ടുന്ന ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 9578 വാലറ്റിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ആ ട്രാൻസാക്ഷൻ ഒരു ബൈ ആകാം, ഒരു സെൽ ആകാം, അല്ലെങ്കിൽ ഒരു പുതിയ റെഫറൻസ് ആകാം. ഏത് ട്രാൻസാക്ഷൻ ആ വാലറ്റ് മുഖാന്തരം നടന്നോ, 9578 വാലറ്റിലും ആ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ 9578 പ്രാവശ്യം ആ പുതിയ സുഹൃത്തിന്റെ യൂണിറ്റിന് വില കൂടിയെന്നർത്ഥം. അത്രമാത്രം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ $20 മുതൽ മുടക്കി കഴിയുന്ന ഒരാൾ 2025 ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോവ മാർക്കറ്റ്പ്ലേസ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മാറും. ടോവ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ കോയിൻ ഓഫർ ആണ്. ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു യൂണിറ്റ്, ടോവ എന്ന യൂണിറ്റ്, ചതുരോഷം വിർച്വൽ അസറ്റ് എന്ന യൂണിറ്റ് നമുക്ക് സ്വന്തമാക്കാം. ബേസ് പ്ലാറ്റ്ഫോമിൽ 35% വിലയുള്ള യൂണിറ്റ്സ് ആണെങ്കിൽ ICOയിൽ 100% വിലയുള്ള യൂണിറ്റ്സ് നമുക്ക് കിട്ടും. അവിടെ ആ യൂണിറ്റ് നമുക്ക് മാർക്കറ്റ് പ്ലേസ് സെല് ചെയ്യാം. മാർക്കറ്റ് പ്ലേസിൽ ബയേഴ്സ് ഉണ്ടാകും. എങ്ങനെയാണ് ടോവ മാർക്കറ്റ് പ്ലേസിന്റെ അനുപാതം എന്ന് ചോദിച്ചാൽ, ആര് പർച്ചേസ് ചെയ്യാൻ വരുന്നോ, $1000 കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ $10,000 കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാൾ, അയാൾ വാങ്ങുന്ന സമയത്ത് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ 10,000 എന്ന് ടൈപ്പ് ചെയ്താൽ അതിൽ 40% $4,000 കൊണ്ട് സിസ്റ്റത്തിന് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി $6,000 കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന യൂണിറ്റ് സിസ്റ്റം ബൈ ചെയ്ത് കൊടുക്കും. കസ്റ്റമർക്ക് $10,000 യൂണിറ്റും കിട്ടും. സോ കസ്റ്റമർക്ക് അവൻ സാറ്റിസ്ഫൈഡ് ആണ്. സിസ്റ്റം അവർക്ക് $4,000 യൂണിറ്റ്സ് സെല് ചെയ്യാൻ പറ്റി. മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യാനിട്ടവർക്ക് $6,000 ബൈ ഓർഡർ ഫിനിഷ് ആയി, അവർക്ക് പേയ്മെന്റ് ലഭിച്ചു. ഇനി എന്താണ് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്? സിസ്റ്റത്തിൽ ഒരു കൃത്യമായ ഒരു അനുപാതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനുപാതം ഇങ്ങനെയാണ്:
വുഡ പ്ലാറ്റ്ഫോമിന്റെ പ്രൈസ് എത്രയാണോ അതിന്റെ 5 മടങ്ങായിരിക്കും ടോവ പ്ലാറ്റ്ഫോമിന്റെ പ്രൈസ്. വുഡ പ്ലാറ്റ്ഫോമിൽ $0.10 ആണെങ്കിൽ ചതുറോഷൻ പ്ലാറ്റ്ഫോമിൽ ടോവ പ്ലാറ്റ്ഫോമിൽ അത് $0.50 എന്നായിരിക്കും. വുഡ പ്ലാറ്റ്ഫോമിൽ $1 എന്നാണെങ്കിൽ ടോവ പ്ലാറ്റ്ഫോമിൽ $5 എന്നായിരിക്കും. സോ ഈ അനുപാതം അനുസരിച്ചാണ് ഇവിടെ പ്രൈസ് നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയം 11.088145 ആണ് ടോവയുടെ പ്രൈസ്. നോക്കൂ, അതിന്റെ 5-1, അതിന് 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് 2.217629 എന്നുള്ളത്. ഇതാണ് വുഡയുടെ പ്രൈസ്. അപ്പൊ 2.217629 എങ്ങനെ വന്നു? അത് ആര് ക്രിയേറ്റ് ചെയ്തു? അതൊരു മാനിപ്പുലേഷൻ ആണോ? അല്ല, അത് നിർണ്ണയിക്കപ്പെട്ടത് സിസ്റ്റത്തിൽ കാണുന്ന ഈ വിലയാണ്. ഫൈനൽ കോയിൻ ഡിവൈഡഡ് ബൈ ഫൈനൽ ലിക്വിഡിറ്റി ഡിവൈഡ് ബൈ ഫൈനൽ കോയിൻ. 4,13,960.9968 എന്ന ഫൈനൽ ലിക്വിഡിറ്റിയെ 1,86,668.2561 കോയിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഈ 2.217629 എന്നുള്ള പ്രൈസ് ലഭിക്കുന്നത്. സോ ഒരു തരത്തിലും മാനിപ്പുലേഷൻസ് ഇല്ലാതെ കൃത്യമായ ഒരു ട്രാൻസ്പെറൻസി മുന്നോട്ട് വെച്ചുകൊണ്ട് ചതുറോഷൻ എന്ന പ്ലാറ്റ്ഫോം വുഡ ടെക്നോളജിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ സിസ്റ്റം തുടങ്ങുന്നത് 2024 മാർച്ച് 20-നാണ്. അന്ന് ലിക്വിഡിറ്റി 0 ആയിരുന്നു, കോയിൻ നമ്പറും 0 ആയിരുന്നു, ഈ ബൈ പ്രൈസ് 0.01 എന്നായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കഴിഞ്ഞ പീരീഡ് കംപ്ലീറ്റ് ചെയ്തപ്പോ 2024 മാർച്ച് 20 മുതൽ 2025 മാർച്ച് 20 വരെ ഒരു വർഷം, ഏപ്രിൽ 20, മെയ് 20, ജൂൺ 20, ജൂലൈ 20, 4 മാസം കൊണ്ട് വീണ്ടും കഴിഞ്ഞു. 16 മാസം പിന്നിട്ട് കഴിഞ്ഞു. 16 മാസം കൊണ്ട് 22,000% ഗ്രോത്ത്. ആലോചിച്ച് നോക്കൂ, എത്രമാത്രം പവറാണ് സിസ്റ്റത്തിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന്. ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന്റെ 5 ഇരട്ടിയായിട്ട് 2025 മാർച്ച് 18-ന് ടോവ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇന്ന് $11 എത്തി നിൽക്കുകയാണ് അതിന്റെ പ്രൈസ്. ഞാൻ ഈ ടോവ പ്ലാറ്റ്ഫോം വാങ്ങാൻ തുടങ്ങിയത് 27/7/2025 ഏറ്റവും അവസാനം ഞാൻ വാങ്ങിയിട്ടുണ്ട് $11.08. 10/7 വാങ്ങിയിട്ടുണ്ട് $10.9. 24/6 10.7 ആയിരുന്നു. 20/6 10.64 ആയിരുന്നു. 19/6 ഞാൻ വാങ്ങുമ്പോൾ 10.63 ആയിരുന്നു. 19/6 ഞാൻ അതിന് തൊട്ട് മുമ്പ് വാങ്ങുമ്പോൾ 10.62 ആയിരുന്നു. 18/6 10.62 ആയിരുന്നു. നോക്കൂ, വാങ്ങുന്ന സമയം അത് ചെറിയ 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 ചേഞ്ച് വരുമ്പോഴും പുതിയ പുതിയ വിലയ്ക്ക് ഒരാൾക്ക് വാങ്ങാൻ സാധിക്കുന്നുള്ളൂ. എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് സിസ്റ്റത്തിൽ ഉള്ളത്. 14/6 10.49, 14/6 ജൂൺ മാസത്തിൽ മാത്രം എടുത്തു നോക്കുമ്പോൾ 10.34 നിന്ന് 10.7 വില മാറിയിട്ടുണ്ട്. ജൂൺ മാസം മാത്രം. അതിനു മുമ്പ് മെയ് മാസം എടുത്ത് പരിശോധിച്ചാൽ 2/5/2025 3.82 ആയിരുന്നു. എന്നാൽ മെയ് 29-ാം തീയതി 9.4 ആണ്. എത്രമാത്രം വളർച്ചയാണ് അവിടെ സംഭവിച്ചത്. ഇത് തുടങ്ങുന്നത് 18/3/2025-ലാണ്. 1.20 ആയിരുന്നു അന്നത്തെ വില. $1.20 നിന്ന് $11 ടോവയുടെ പ്രൈസ് മാറി. ഈ മാറ്റമൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു കണ്ടീഷൻ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. വെറുതെ വാങ്ങി വെച്ചിട്ട് ഈ $11 ആവുമ്പോൾ സെല് ചെയ്യാൻ നോക്കിയാൽ അപ്പൊ കിട്ടുന്ന ലാഭം പൂർണ്ണമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. സിസ്റ്റം ഒരു പ്ലാൻ പറയുന്നുണ്ട് 1.3x, അതായത് ഒരു ട്രേഡിൽ നിന്ന് 30% മാത്രം. അപ്പൊ ഒരു $1000 ട്രേഡ് ചെയ്താൽ നമ്മൾ ഒരുപാട് നാളൊന്നും കാത്തിരിക്കേണ്ട. 30% ഗ്രോത്ത് എത്തുന്നവരെ കാത്തിരുന്നാൽ മതി. 30% ഗ്രോത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യണം. സെല്ല് ചെയ്ത് അത് ക്ലെയിം ചെയ്താൽ വീണ്ടും അടുത്ത 30% വേണ്ടി നമ്മൾ കാത്തിരിക്കണം. വീണ്ടും വാങ്ങി അടുത്ത 30% കാത്തിരിക്കണം. ഇങ്ങനെ ഒരു വർഷത്തിൽ നമുക്ക് എത്ര ട്രേഡ് ചെയ്യാൻ സാധിക്കും? ഇതാണ് ആ ഒരു വർഷം നമുക്ക് ടോവ പ്ലാറ്റ്ഫോമിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന മാക്സിമം വരുമാനം. അപ്പോ ആ ട്രേഡിന്റെ അളവ് എത്രയായിരിക്കും? ആ ട്രേഡ് എത്രമാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കും? അത് ഡിപ്പെൻഡ്സ് ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷൻ കൂടിയാൽ ഇപ്പോ മെയ് മാസം തന്നെ നോക്കൂ, 3.82 നിന്ന് 10.3 9.4 വില കൂടി. ഏതാണ്ട് $6 വളർച്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മെയ് മാസം മാത്രം സംഭവിച്ചു? ആ മാസം നല്ല ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഓഗസ്റ്റ് മാസം നല്ല ട്രാൻസാക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? ഇതുപോലെ ഗ്രോത്ത് ഉണ്ടാകും. അപ്പൊ ട്രാൻസാക്ഷൻ ആണ് ഈ സിസ്റ്റത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റ് ചതുറോഷൻ പ്ലാറ്റ്ഫോമിലുണ്ട്. ഒന്ന്, പ്രൈസ് ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ട്രാൻസാക്ഷൻ. 2,
നമ്മൾ ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ യൂണിറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. വാങ്ങുമ്പോൾ 35% യൂണിറ്റ് കിട്ടൂ. പക്ഷെ അതിന്റെ ഗ്രോത്ത് എത്രയായാലും സെല്ല് ചെയ്യുന്ന സമയത്ത് 200% മാത്രം സെല്ല് ചെയ്യാം. ബാക്കി സെല്ല് ചെയ്യണമെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടിയാൽ മതി നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. ആ റീബൈ $20 മുതൽ $1000 റേഞ്ചിലുള്ള ഏത് എമൗണ്ട് കൊണ്ട് വാങ്ങുകയും ചെയ്യാം. ഞാൻ ഈ സൈഡിൽ കാണുന്ന സ്ക്രീൻ നിങ്ങൾ പരിശോധിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് 12:20 എടുത്ത സ്ക്രീൻഷോട്ടാണ്. എന്റെ സുഹൃത്തിന്റെ സ്ക്രീൻഷോട്ടാണ്. അദ്ദേഹം $1600 2024 സെപ്റ്റംബറിൽ ഈ സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു. $1600. അപ്പൊ $1600 ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എത്രമാത്രം മൂല്യം ഉണ്ടാകും? ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. 1600ന്റെ 35% എത്രയാന്ന് നോക്കിയാൽ മതി. $560 മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് 12:20 നോക്കുമ്പോൾ $6409 വിലയിലേക്ക് ഈ സിസ്റ്റം എത്തി. അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എത്തിച്ചു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒന്ന് ഉച്ചയ്ക്ക് 12:20 $6409. പക്ഷെ അതിനുശേഷം വീണ്ടും വില മാറിയിട്ടുണ്ട്. നോക്കൂ, 2.217496 ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ്. ഏതാ? 12:20 സെല്ലിംഗ് പ്രൈസ്. ഞാൻ ഇന്ന് വൈകിട്ട് എടുക്കുമ്പോൾ അതിന്റെ സെല്ലിംഗ് പ്രൈസ് നോക്കൂ, 2.217619 ഒറ്റ മാറ്റം സെല്ലിംഗ് പ്രൈസിൽ മാത്രമുണ്ട് വൈകിട്ട് എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം. സോ ഞാൻ ഈ 9:26 സമയത്ത് സംസാരിക്കുമ്പോൾ വീണ്ടും പ്രൈസ് മാറ്റം വന്നിട്ടുണ്ടാവും. ഈ ഗ്രോത്ത് മുഴുവൻ അദ്ദേഹത്തിന് എൻജോയ് ചെയ്യാൻ സാധിക്കും. നോക്കൂ, $6410 എന്ന റേറ്റിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ, $10 എന്ന റേറ്റിലേക്ക് എത്തിയാണെങ്കിൽ -560 എന്ന് പറയുമ്പോൾ $5850 ഗ്രോത്ത് ഈ കഴിഞ്ഞ 10 മാസം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയെന്നർത്ഥം. ഇതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. പക്ഷെ സിസ്റ്റം ചെയ്തു. സിസ്റ്റത്തിൽ ആളുകൾ വാങ്ങാൻ തുടങ്ങി, വിൽക്കാൻ തുടങ്ങി. സിസ്റ്റത്തിന് ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോമിനോടൊപ്പം ടോവ മാർക്കറ്റ് പ്ലേസ് എന്ന പ്ലാറ്റ്ഫോം വന്നു. അവിടെ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ടോവയിൽ നിന്ന് എത്ര എമൗണ്ട് കൊണ്ട് വാങ്ങുന്നുണ്ടോ അതിന്റെ 20% ഈ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. ഈ ലിക്വിഡിറ്റിയാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും കാതലായ പാർട്ട്. ഈ ലിക്വിഡിറ്റി എന്തിനുള്ളതാ? ടെതറോഷൻ യൂണിറ്റ്സിനുള്ളതാണ്. ഈ $6409 അദ്ദേഹത്തിന് സെല്ല് ചെയ്യാം. പക്ഷെ സെല്ല് ചെയ്യുമ്പോൾ അദ്ദേഹം മുതൽ മുടക്കിയ 1600ന്റെ 200%, 3200 വരെ അദ്ദേഹത്തിന് സെല്ല് ചെയ്യാം. സോ ഇന്നിപ്പോ 6410 ഉണ്ട്. അതിൽ നിന്ന് 3200 സെല്ല് ചെയ്തു. സിസ്റ്റം എന്ത് ചെയ്യുന്ന അറിയാമോ? ആ സെല്ല് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന യൂണിറ്റ് അത്രയും ബേൺ ചെയ്ത് കളയും, നശിപ്പിച്ചു കളയും. പകരം ഈ ലിക്വിഡിറ്റിയിൽ നിന്ന് $4,14,073 കാണുന്ന ഫൈനൽ ലിക്വിഡിറ്റിയിൽ നിന്ന്, ആ ഫൈനൽ ലിക്വിഡിറ്റി കടന്നു വരുന്ന കോൺട്രാക്ട് ബാലൻസ് $4,72,371 നിന്ന് ആ പേയ്മെന്റ് കൊടുക്കും. അപ്പൊ ലിക്വിഡിറ്റിയിൽ കുറവ് വരും, കോയിന്റെ എണ്ണത്തിലും കുറവ് വരും. ഫൈനൽ ലിക്വിഡിറ്റി ബൈ കോയിൻ എന്ന കണക്കെടുക്കുമ്പോൾ വില കൂടും. സോ അദ്ദേഹം വില കൂടി, അദ്ദേഹം പ്രോഫിറ്റ് എടുത്തു. ആ പ്രോഫിറ്റ് എടുക്കുമ്പോൾ എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്? അതിന്റെ 90% കൊടുക്കൂ. അപ്പൊ $2880 അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹം അപ്പോഴും ഹാപ്പിയാണ്. കാരണം $1600 സ്പെൻഡ് ചെയ്തതാണ്. $2880 തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. പക്ഷെ വീണ്ടും ഒരു $3210 യൂണിറ്റ്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അത് അദ്ദേഹം സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യണമെങ്കിൽ വീണ്ടും റീബൈ ചെയ്യണം. റീബൈ ചെയ്യുമ്പോൾ സിസ്റ്റം പറയുന്നു $20 മുതൽ $1000 വരെയാണ് പരമാവധി എമൗണ്ട്. സോ ഒരു $1000 ഒന്ന് റീബൈ ചെയ്തു. ആ റീബൈ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ഒരു 35% വരെയുള്ള യൂണിറ്റ്സ് സിസ്റ്റം അപ്പൊ തന്നെ വീണ്ടും കൊടുക്കും. സോ 3210ന്റെ കൂടെ ഒരു $350 കൂടെ വീണ്ടും ആഡ് ചെയ്യപ്പെടും. $3560 മാറി. അതിൽ നിന്ന് $2000 അപ്പൊ തന്നെ അദ്ദേഹം സെല്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ആദ്യം സെല്ല് ചെയ്തപ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. രണ്ടാമത് റീബൈ ചെയ്തപ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. വീണ്ടും സെല്ല് ചെയ്തപ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. 3 പ്രാവശ്യം വില കൂടി. എവിടെയെല്ലാം? ടെതറോഷനിൽ വില കൂടി, ടോവയിൽ വില കൂടി, മാർക്കറ്റ് പ്ലേസിൽ വില കൂടി. സിസ്റ്റത്തിൽ ഒരാൾ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. നമുക്ക് പരിചയമുള്ള വേറെ ഏത് മേഖലയിൽ പോയാലും അത്തരത്തിലൊരു പോസിബിലിറ്റി, ഒരു നഷ്ടത്തിനുള്ള പോസിബിലിറ്റി മാത്രമായിരിക്കും. ഒരു ബാങ്കിങ് സെഗ്മെന്റ് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോ ഒരു 1000 കസ്റ്റമേഴ്സ് ഉണ്ട്, 10,000 കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ 10,000 കസ്റ്റമേഴ്സും ഇന്ന് നേരെ ബാങ്കിൽ ചെന്നിട്ട് പൈസ എടുക്കാൻ പോയാൽ ബാങ്കിന് അത് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ടെതറോഷന് കൊടുക്കാൻ സാധിക്കും. 1,86,730 യൂണിറ്റുകളുള്ള ഈ സിസ്റ്റം എല്ലാവരും അത് സെല്ല് ചെയ്താലും അത് കൊടുക്കാൻ ആവശ്യമായ പണം അവിടെയുണ്ട്. ഓരോരുത്തരും റീബൈ ചെയ്യുന്നപ്പോ വീണ്ടും ആ ലിക്വിഡിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. സോ സിസ്റ്റം അൺബ്രേക്കബിൾ ആയിട്ട് ഇവിടെ ഡിസൈൻ ചെയ്തെന്ന് അർത്ഥം. പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് അത് തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് ടോവയിൽ നമ്മൾ വാങ്ങുമ്പോൾ ഒരു ട്രേഡിൽ നിന്ന് 30% നമുക്ക് എടുക്കാൻ സാധിക്കൂ. സോ അതിന് മുമ്പ് സെൽ ഓർഡർ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല.
30% ശേഷം സെൽ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്താലോ പ്രത്യേകിച്ച് പ്രയോജനവുമില്ല. സോ ഒരു ട്രേഡ് 30%. അപ്പോൾ ഒരു ട്രേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, 30% എത്തുന്ന സമയം എപ്പോഴാണെന്ന് കണ്ടുപിടിക്കുക. 30% എത്തുമ്പോൾ സെൽ ഓർഡർ കൊടുക്കുക. When we execute the sell order, please be patient and wait for a matching buy order. ഒരു ബൈ ഓർഡർ വരുന്നവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അപ്പോഴാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ട് കണക്കാക്കുകയുള്ളൂ. അപ്പോ അവർക്കത് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്ത പോയിന്റ്, ഒരു സെൽ ഓർഡർ ഫിനിഷായി അടുത്ത സെൽ ഓർഡർ കൊടുക്കണമെങ്കിൽ തൊട്ട് മുമ്പ് എത്രയാണോ എമൗണ്ട് കൊണ്ടാണോ നമ്മൾ സെല്ല് ചെയ്തത് അതിന് 50% കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ റീബൈ ചെയ്യണം. എങ്കിലും അതിന് അടുത്ത സെൽ ഓർഡർ കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ചെതറോഷിലാണെങ്കിലും ടോവയിലാണെങ്കിലും നമ്മൾ വാങ്ങിയ എമൗണ്ടിന്റെ 300% ഇൻകം ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇൻകം വിഡ്രോയിൽ ഒന്ന് ഫോക്കസ് ചെയ്താൽ നമുക്ക് വരുമാനം വളരെയധികം കൂട്ടിയെടുക്കാൻ സാധിക്കും. വി ക്യാൻ ഇൻക്രീസ് ദിസ് ലിമിറ്റ് ബൈ റീബൈങ് ന്യൂ അസറ്റ്സ്. ചെതറോഷിലായാലും ടോവയിലാണെങ്കിലും നമ്മുടെ ലിമിറ്റ് എത്തി, ഇൻകം ലിമിറ്റ് എത്തി, പേടിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും അസറ്റ് വാങ്ങിയാൽ മതി, നമുക്ക് ലിമിറ്റ് വീണ്ടും കിട്ടും, വീണ്ടും ഇൻകം വിഡ്രോ ചെയ്യാം. അതുവരെ വരുന്ന വരുമാനം ഉണ്ടെങ്കിൽ അത് ഹോൾഡിംഗ് ബാലൻസിൽ നിൽക്കും, നഷ്ടപ്പെടുത്തി കളയില്ല. സോ വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ചെതറോഷൻ നമ്മുടെ മുമ്പിൽ വരികയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, ബൈയിങ്ങും സെല്ലിങ്ങും. വില കുറയാത്ത കാരണം കൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടസാധ്യതകളില്ല. സോ ട്രേഡിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ന്യൂസുകളോ ക്യാൻഡിലുകളോ ഒന്നും നോക്കാതെ, ട്രെൻഡുകൾ വാച്ച് ചെയ്യാതെ, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ആകാതെ, ഒരു തരത്തിലുള്ള മാർക്കറ്റ് ഇൻഫ്ലുവൻസും ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഹെഡേക്ക് ഇല്ലാത്ത ഒരു ട്രേഡ് ചെയ്യാം. ആ ട്രേഡിംഗ് വോളിയം എത്രയാണോ, ഇൻക്രീസ് സെൽഫ് ട്രേഡിംഗ് ബൈ വോളിയം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡർ പൂളിൽ നിന്ന് ഒരു ഇൻകം നമുക്ക് നേടിയെടുക്കാം. അത് നേടിയെടുക്കുമ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റി നമ്മൾ കൂട്ടുന്നുണ്ടാകും. സോ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ട്രേഡിംഗ് ആക്ടിവിറ്റി കൂട്ടിയാൽ ചെതറോഷിന്റെ ലിക്വിഡിറ്റിയിലേക്ക് പോകുന്ന എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും, അത് ടോവയുടെ പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കും. സോ എല്ലാവർക്കും പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. 400-600 എന്ന റേഷ്യോയിൽ ടോവയിൽ നിന്നും മാർക്കറ്റ് പ്ലേസിൽ നിന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1 പോയിന്റ് കിട്ടും. അതായത് ഒരു അഫിലിയേറ്റ് മെമ്പർ അദ്ദേഹം $1000 ബൈ ചെയ്താൽ 1 പോയിന്റ് കിട്ടുമെന്നർത്ഥം. എന്നാൽ ഈ സിസ്റ്റത്തിൽ റാങ്കുകൾ ഉണ്ട്. റാങ്കിനെ ബേസ് ചെയ്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും $1000 മാത്രം വാങ്ങിയാൽ പോരാ. കാരണം സിൽവർ റാങ്കുകാരൻ $1000 വാങ്ങിയാൽ 500 ആയിട്ടായി ബൈ നടക്കുക. സോ $600 എത്തണമെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ വീണ്ടും ഒരു $100 വാങ്ങേണ്ടി വരും. സോ റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് സിൻസിയറായി ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അതേസമയം ട്രേഡർ പൂൾ ഇൻകം നേടിയെടുക്കാൻ അവർ എക്സ്ട്രാ എഫേർട്ട് ഇടുകയും ചെയ്യണം. എന്നൊരു അഫിലിയേറ്റ് അദ്ദേഹം എപ്പോഴും പൈസ ഉണ്ടാക്കുന്നത് ട്രേഡർ പൂൾ ഇൻകത്തിലൂടെ ധാരാളമായിട്ട് ഉണ്ടാക്കും. അതിനുവേണ്ടി സിസ്റ്റം പറയുന്നത് മാർക്കറ്റ് പ്ലേസിൽ കിട്ടുന്ന റവന്യൂ എത്രയാണോ അതിന്റെ 20% ഉപയോഗിച്ച് നമുക്കൊരു വരുമാനം തരുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 100 മില്യൺ ടോവ സെൽ ഓർഡർ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ 4% $4 മില്യൺ ആണ്. അതിന്റെ 20% റവന്യൂ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യയല്ല സുഹൃത്തുക്കളെ. കൈ നിറയെ സമ്പാദിക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ട്രേഡർ പൂൾ ഇൻകം ആയിട്ട് നമുക്ക് തരുന്നു. സോ മാർക്കറ്റിൽ നമുക്ക് പരിചയമുള്ള ഏത് സെഗ്മെന്റിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഈ പ്ലാറ്റ്ഫോമിനുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോമിനെ നമുക്കൊന്ന് മാർക്കറ്റ് ചെയ്താൽ അവിടെയും നമുക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാം. ഡയറക്റ്റ് ലെവൽ ഇൻകം അത് 10 ലെവലിലേക്കാണ് രജിസ്ട്രേഷനിലൂടെ തരുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, 2025 ബേസ് പ്ലാറ്റ്ഫോമിൽ ഇവർ $20 ബൈ മാത്രം നടത്തിയാൽ മതി. ആ $20 ബേസ് ചെയ്തുകൊണ്ട് 23% 10 ലെവലിലേക്ക് ഇൻകമായി തരുന്നുണ്ട്. ലെവൽ 1-ൽ 10%, ലെവൽ 2-ൽ 3%, ലെവൽ 3, 4, 5-ൽ 2% വീതം, 6, 7, 8-ൽ 1% വീതം, 9, 10-ൽ 0.5%. നോക്കൂ, ഇൻകം ആണത്, USDT ആണ്. കൈ നിറച്ച് സമ്പാദിക്കാം, കൈ നിറച്ച് സമ്പാദിക്കാം. ഇവരെല്ലാം ടോവയിൽ നിന്നും ബൈ ചെയ്യുമല്ലോ. ബൈ ചെയ്യുന്ന സമയത്ത് അതിൽ 40% സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങുന്നത്. $1000 ബൈ ചെയ്താൽ $400 സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങും. ആ $400 ബേസ് ചെയ്തുകൊണ്ട് ഒരു 12 ലെവൽ ഇൻകം അവിടെയും ഉണ്ട്. ലെവൽ 1-ൽ 20%, ലെവൽ 2-ൽ 5%, ലെവൽ 3, 4, 5-ൽ 3% വീതം, ലെവൽ 6, 7, 8-ൽ 2% വീതം, 9 മുതൽ 12 ലെവലിലേക്ക് 1% വീതം. ഇതുകൂടാതെ റാങ്ക് ബോണസും ഉണ്ട്. അത് രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമിലുണ്ട്, സ്മാർട്ട് കോൺട്രാക്റ്റിലുമുണ്ട്. ഇനി സ്മാർട്ട് കോൺട്രാക്റ്റിൽ വാങ്ങിയ യൂണിറ്റ്, മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയ യൂണിറ്റ്, ഇതെല്ലാം സെല് ചെയ്യുന്നത് മാർക്കറ്റ് പ്ലേസിലാണ്. 30% ഗ്രോത്ത് എത്തുമ്പോഴാണ് നമ്മൾ സെല് ചെയ്യുക. സോ 30% ഗ്രോത്ത് എത്തുന്ന സമയത്ത് സെല് ചെയ്യുമ്പോൾ സെല്ലിംഗ് എമൗണ്ടിന്റെ 4% നമ്മളവിടെ ഫീസ് കൊടുക്കുന്നുണ്ട്.
ആ ഫീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 39% 12 ലെവലിലേക്ക് അവിടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ലെവൽ 1ൽ 15%, ലെവൽ 2ൽ 5%, ലെവൽ 3, 4, 5ൽ 3% വീതം, 6, 7, 8 2% വീതം, 9 മുതൽ 12 ലെവലിലേക്ക് 1%. അതുകൂടാതെ റാങ്ക് ബോണസും. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ ഇത് കിട്ടാൻ സിസ്റ്റം എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ടോ? 1ഉം 2ഉം ലെവലിൽ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. എൻട്രി ഉണ്ടോ, ബിസിനസ് ഉണ്ടോ, വരുമാനം തരും. വരുമാനം USDT ആണ്. അതിൽ പ്രത്യേകിച്ച് ഹെഡേക്ക് ഇല്ല. എത്ര വേണം നിങ്ങൾക്ക് സമ്പാദിക്കാം, എത്ര ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, ഒരു ദിവസം എത്ര പ്രാവശ്യം വേണം വിഡ്രോ ചെയ്യാം, എത്ര വലിയ എമൗണ്ടും വിഡ്രോ ചെയ്യാം. നിങ്ങൾക്ക് ലിമിറ്റ് ഉണ്ടാകണമെന്ന് മാത്രം. നമ്മുടെ പേഴ്സണൽ ലിമിറ്റ് എത്രയാണോ അതിന്റെ 300% നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുക. സോ ആ ലിമിറ്റ് നമ്മൾ എടുത്ത് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും. എന്നാൽ ബിസിനസ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും 8ാമത്തെയും 12ാമത്തെയും 20ാമത്തെയും 100ാമത്തെയൊക്കെ ലെവലിലേക്ക് ബിസിനസ് ഓർഗനൈസേഷൻ വലുതാകും. അങ്ങനെ വലുതാകുമ്പോൾ അവിടെ നിന്നെല്ലാം ഇൻകം നമുക്ക് കിട്ടാനുള്ളതാണ്. എല്ലാം USDT ആണ്. അവിടെ നടക്കുന്ന ടേൺ ഓവറിനെ ബേസ് ചെയ്ത് ആ USDT നമുക്ക് കിട്ടണമെങ്കിൽ സിസ്റ്റം പറയുന്ന കണ്ടീഷൻ ഇതാണ്: നമ്മുടെ പേഴ്സണൽ ID വാല്യൂ $100 ആയിരിക്കണം. അപ്പോ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ $20 മുടക്കി, അപ്പൊ $20 ആയി. ബാക്കി $80 അതെങ്ങനെ നടക്കും? നിങ്ങൾക്ക് ടെറോഷനിൽ തന്നെ $80 വാങ്ങാം, അല്ലെങ്കിൽ ടോവയിൽ ഒരു $200 വാങ്ങിയാൽ മതി. ടോവയിൽ $200 വാങ്ങുമ്പോൾ 40% സ്മാർട്ട് കോൺട്രാക്റ്റിൽ വാങ്ങുക. അപ്പൊ $200 40% എത്രയാ? $80. 20 ഓൾറെഡി ചെയ്തു, 80 കൂടെ വന്നു, 100 ആയി. കേട്ടോ, പേഴ്സണൽ ID വാല്യൂ 100 ആയി. അങ്ങനത്തെ 5 ഡയറക്റ്റ് റെഫറൽ എന്താ 20 200 ചെയ്യാൻ പറ്റുന്ന 5 പേരെ സ്പോൺസർ ചെയ്യുക. സോ 5 ഡയറക്റ്റ് റെഫറൽ കംപ്ലീറ്റ് ചെയ്തു. അവരെല്ലാം $100 വന്നവരാണ്. സ്വാഭാവികമായിട്ടും $500 ഡയറക്റ്റ് ബിസിനസ് വോളിയവുമായി. ഈ ഒരു കണ്ടീഷൻ അത് ടെതറോഷനിലോ ടോവയിലോ മാർക്കറ്റ് പ്ലേസിലോ എവിടെയെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ മതി. നമുക്ക് സിസ്റ്റം പറയുന്ന 12 ലെവൽ ഇൻകത്തിന്റെ എലിജിബിലിറ്റി നമുക്ക് നേടിയെടുക്കാം. റാങ്ക് ബോണസിലേക്ക് എത്താം. റാങ്ക് ബോണസ് എന്ന് പറയുന്നത് ആ ബേസ് ക്രൈറ്റീരിയയുടെ കൂടെ $500 ഡയറക്റ്റ് ബിസിനസ് വോളിയം നടത്തിയല്ലോ, അതിന്റെ കൂടെ ഒരു $4500 ബിസിനസ് കൂടെ വന്നാൽ മതി. ടോട്ടൽ $5000 ബിസിനസ് വരുമ്പോൾ നമ്മൾ സിൽവർ റാങ്കിലെത്തും. ഗുണം ഒരു 4% എക്സ്ട്രാ ഇൻകം കിട്ടുന്ന ലെവലിലേക്ക്. അത് എല്ലാ ലെവലിലും കൂടും. അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് ഇൻകം കിട്ടുകയും ചെയ്യും. നമ്മുടെ ഏതെങ്കിലും ലൈനിൽ ഒരു സിൽവർ വരുന്നത് വരെയും നമുക്ക് ആ ഇൻകം കിട്ടും. അത് കഴിഞ്ഞാൽ ആ സിൽവറിന്റെ ലൈനിൽ നിന്ന് ഇൻകം കിട്ടത്തില്ല, ബാക്കി എല്ലാ ലൈനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത റാങ്കിലേക്ക് ഉയരണം, ഗോൾഡ് റാങ്കിലേക്ക്. അതിനുവേണ്ടി സിസ്റ്റം പറയുന്നത് ടീം വോളിയം $25,000 എത്തണം. അതെങ്ങനെ വന്നാലും മതി. ഒരു സിംഗിൾ ലൈനിൽ നിന്നാകാം, ഡെപ്തിൽ നിന്നാകാം, ഡയറക്റ്റ് റഫറിൽ നിന്നാകാം. അതൊന്നും സിസ്റ്റത്തിന് വിഷയമല്ല. പക്ഷേ നമ്മളുടെ മിനിമം 5 ലൈൻ ഉള്ളതിൽ 2 ലൈനിൽ ഓരോ സിൽവർ ഉണ്ടാകണം. 8% നമ്മൾ ഇൻകം മാറും. അപ്പോ എല്ലാ ലെവലിൽ നിന്നും 8% കൂടാൻ തുടങ്ങും. സിൽവർ ഉള്ള ലൈനിൽ നിന്ന് 4% വരൂ, കാരണം 4% സിൽവർ കൊടുക്കാനുള്ളതാണ്. അപ്പൊ സെയിം ഗോൾഡ് റാങ്കുകാർ വന്നാലോ ആ ലൈനിൽ നിന്ന് പിന്നെ റാങ്ക് ബോണസ് കിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിൽ നമ്മൾ അടുത്ത റാങ്കിലേക്ക് നമ്മൾ ഉയരും. എമറാൾഡ് റാങ്ക്, $1 ലക്ഷം ബിസിനസ് വോളിയം, 2 ഗോൾഡ് റാങ്ക് ഇൻ ഡിഫറെന്റ് ലൈൻസ്, 12% നമ്മൾ ഇൻകം മാറ്റിയെടുക്കാം അൺലിമിറ്റഡ് ലെവലിൽ നിന്ന്. സോ ഗോൾഡ് റാങ്കിൽ നിന്ന് 8%, സിൽവർ ഉള്ള റാങ്കിൽ നിന്ന് 4% നമുക്ക് കിട്ടുക. സോ സിമ്പിൾ ആയിട്ട് ഈ സിസ്റ്റം വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. എമറാൾഡിൽ ഒരു കൂടെ ക്ലാരിഫിക്കേഷൻ പറയട്ടെ. ടോട്ടൽ 12%, 2 ഗോൾഡ് റാങ്കാരുണ്ട്, അവിടെ നിന്ന് 4% ഗ്യാപ് കമ്മീഷൻ കിട്ടും, ഗോൾഡ് റാങ്ക് 8 കൊടുക്കും. ഇനി ഒരു ലൈനിൽ സിൽവറേ ഉള്ളൂ എങ്കിൽ 4% സിൽവർ കൊടുക്കും, ബാക്കി 8% നമുക്ക് കിട്ടും. ഇനി ഒരു ലൈനിൽ ഗോൾഡ് സിൽവർ എല്ലാം ഉണ്ട് എങ്കിൽ സിൽവറിന് 4%, ഗോൾഡിന് 4%, എമറാൾഡിന് 4%. ഇനി സെയിം റാങ്ക് കയറി വന്നാൽ ആ ലൈനിൽ നിന്ന് പിന്നെ റാങ്ക് ബോണസ് കിട്ടത്തില്ല. സോ ആ സമയത്ത് നമ്മൾ ഡയമണ്ടിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. 2 എമറാൾഡ്, $5 ലക്ഷം ബിസിനസ് വോളിയം, 16% നമ്മൾ ഇൻകം മാറ്റിയെടുക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഇത് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചാൽ കൈ നിറയെ പണം സമ്പാദിക്കാൻ സാധിക്കും. ഞാൻ ഈ കാണിക്കുന്നത് ചില വിഡ്രോവൽ ഹിസ്റ്ററിയാണ്. എല്ലാം ഒരേ ഐഡിയിൽ നിന്നുള്ള വിഡ്രോ ഹിസ്റ്ററിയാണ്. ടൈപ്പ് നോക്കൂ, 3x 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 പൂൾ ഇൻകം, ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. അതിന്റെ വോളിയം നോക്കൂ, $1392, $41.96, $481, $627, $818. ഇതൊക്കെ രൂപയിലാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഡോളറിലായതുകൊണ്ട് $90 വെച്ച് കൗണ്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ $8489.49 വിഡ്രോ ചെയ്ത് ഒരു സമയമുണ്ട്, ഒരു ദിവസം എന്ന് വെച്ചാൽ ഇന്ന് $8489 കിട്ടി, ഇനി അതിങ്ങനെ കണ്ടിന്യൂസ് ആയി കിട്ടുമോ? കിട്ടൂല.
കിട്ടണമെങ്കിൽ ബിസിനസ് വോളിയം നടക്കണം. പുതിയ പുതിയ ബിസിനസ് വോളിയം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാം. നോക്കൂ, വീണ്ടും $172, $167, $82, $230, $5622, $14, $7. ഇവിടെ ഒരു സംഖ്യ അങ്ങനെ ഒന്നുമില്ല. ഒരു ദിവസം എത്ര പ്രാവശ്യം വിഡ്രോ ചെയ്യാം. പൈസ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ കൈ നിറച്ച് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ സാധിക്കും. വരുന്ന എല്ലാവർക്കും ഒരേ ഒരു മെസ്സേജേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ട്രേഡിൽ നിന്ന് 30% കിട്ടും. ആ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. 30% എത്തുമ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ₹1 നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള 100% ഉറപ്പ് ആർക്കും നമുക്ക് കൊടുക്കാം. കാരണം ഈ സിസ്റ്റത്തിന്റെ മാത്തമാറ്റിക്കൽ അൽഗോരിതം അനുസരിച്ച് വില ഒരിക്കലും കുറയുന്നില്ല. ഒരിക്കലും കുറയാത്ത ലാഭസാധ്യതയുള്ള ഈ പ്ലാറ്റ്ഫോം 30% എന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് 4 മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒരു വർഷത്തിൽ 3 ട്രേഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എങ്കിൽ പോലും ഒരുപക്ഷെ ₹1,00,000 വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഓൾമോസ്റ്റ് ₹1,00,000 പ്രോഫിറ്റ് എടുക്കാം ഒരു വർഷം കൊണ്ട്. സോ ₹2,00,000 മാറുന്നുണ്ടാകും. ₹1,00,000 വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരു വർഷത്തിൽ 12 ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആളായി മാറിയാലോ? മാസത്തിൽ ഒരു ട്രേഡ്, ഇപ്പൊ കഴിഞ്ഞ മെയ് മാസം നടന്നതുപോലെയൊക്കെയുള്ള ഗ്രോത്ത് വന്നാൽ മാസത്തിലൊരു ട്രേഡ് ഒക്കെ ഈസി പോസിബിൾ ആണ്. അതിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ട്രാൻസാക്ഷൻ വോളിയം കൂടിയാൽ മതി. ആരാണ് ട്രാൻസാക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നത്? നമ്മൾ എല്ലാവരുമാണ്. എല്ലാവരും ചേർന്നൊന്ന് പ്രവർത്തിച്ചാൽ USDT അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടോവ പ്ലാറ്റ്ഫോമിലുണ്ട്. വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് ടെക്നോളജി നാളെ ലോകം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സോളിഡ് ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ലൈഫിൽ ഒരു മിറാക്കിളായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഏറ്റവും തുടക്കക്കാരെന്ന രൂപത്തിൽ ഇതിനെ കൃത്യമായി മനസ്സിലാക്കി ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം, ഒറ്റക്കെട്ടായി വിജയിക്കാം. വലിയ അച്ചീവ്മെന്റ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എല്ലാ ദിവസവും നടക്കുന്ന സൂം പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇതുവരെ എന്നെ കേട്ട, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ്. ഓക്കെ, താങ്ക് യു മജീദ് സർ. വലിയൊരു വിപ്ലവം സംഭവിക്കാൻ പോകുന്ന ഒരു ആശയം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകാവുന്ന രീതിയിൽ പ്ലാൻ പ്രസന്റ് ചെയ്ത മജീദ് സാറിന് ടീമിന് വേണ്ടി നന്ദി അർപ്പിക്കുകയാണ്. അതോടെ ഈ ആശയം വളരെ കുറഞ്ഞ നാളുകൊണ്ട് ഒരു ടീം വർക്കിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തി, കോഴിക്കോട് സ്വദേശിനിയായ വിനിജ മാഡം, ഇന്ന് ഈ സിസ്റ്റത്തില് ഗോൾഡ് അച്ചീവർ ആയിക്കൊണ്ട് ഒട്ടനവധി ടീം ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിനിജ മാഡത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി വിനിജ മാഡത്തെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം മാഡം. വിനിജ മാഡം കേൾക്കാമോ?